നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി കോട്ടയത്ത് ഇരട്ട കൊലപാതകം. തിരുവാതുക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും കൊല്ലപ്പെട്ടു. അയൽ സംസ്ഥാന തൊഴിലാളിയായ മുൻ ജീവനക്കാരൻ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന. കോട്ടയത്ത് ദമ്പതിമാരെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. മുഖവും തലയും കോടാലി കൊണ്ട് വെട്ടി വികൃതമാക്കി. CCTV DVR കാണാനില്ല. മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ്. കാഞ്ഞിരപ്പള്ളിയിൽ ഫുഡ് ആൻഡ് സ്പൈസസ് വ്യവസായ ക്ലസ്റ്റർ രൂപീകരിച്ചു. ക്ലസ്റ്റർ രൂപീകരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ വ്യവസായ പാർക്കിൽ ജില്ലയിലെ ഭക്ഷ്യ സംസ്കരണ സംരംഭകരെ ഏകോപിപ്പിക്കും. സമൂഹത്തിൽ മാറ്റത്തിന് വിത്ത് വിതറിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മാർപ്പാപ്പയുടെ ജീവിതം ഏവർക്കും മാതൃകയെന്നും കല്ലറങ്ങാട്ട് പിതാവ്. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കലിൽ ദമ്പതിമാർ ക്രൂരമായി കൊല്ലപ്പെട്ടു. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയെയും ഭാര്യയെയും ക്രൂരമായി കൊലപ്പെടുത്തി. ദുബായിൽ ബിസിനസ്സുകാരനും കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയുമായ വിജയകുമാറും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിജയകുമാറിനെ വീടിന്റെ ഹാളിലും മീരയെ കിടപ്പുമുറിയിലുമാണ് കണ്ടെത്തിയത്. വീടിന്റെ സമീപത്തു നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. കോടാലി ഉപയോഗിച്ച് മുഖത്തും തലയിലും വെട്ടുകയായിരുന്നു. വസ്ത്രങ്ങൾ വലിച്ചുകീറി. വീട്ടിലെ നിലവിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ കൊലപാതക വിവരം അറിഞ്ഞിരുന്നില്ല. വീട്ടുജോലിക്കാരി രാവിലെ എത്തി വീട് തുറന്നപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. ഇതിനിടെ അസം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചനയുണ്ട്. 1 വർഷം മുൻപ് ദമ്പതിമാരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇയാളെ പിരിച്ചുവിട്ടിരുന്നു. ജയിലിലായിരുന്ന ഇയാൾ ഈ അടുത്ത നാളിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇയാളാണ് കൊലയ്ക്ക് പിന്നിലെന്നും അന്വേഷിക്കുന്നുണ്ട്. രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഈ സംഭവം നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇത് രണ്ടാമതൊരാവർത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തണം. അവർക്കെതിരായിട്ട് നിയമപരമായി നീങ്ങണം. പോലീസ് ആ കാര്യത്തിൽ ഏത് നടപടി എടുക്കുന്നോ ആ പോസിറ്റീവ് നടപടിക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും. ഇൻക്വസ്റ്റ് നടന്നതിന് ശേഷം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുവാതുക്കലിലെ ദമ്പതിമാരുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. വീടിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും DVR അടക്കം കാണാനില്ല. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും കാണാനില്ല. നാടിനെ നടുക്കിയ കൊലപാതകമാണ് കോട്ടയം തിരുവാതുക്കലിൽ ഉണ്ടായത്. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമാക്കിയിരുന്നു. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ദമ്പതിമാരുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് പറയുന്നു. വീടിനു ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും DVR അടക്കം കാണാനില്ല. ദമ്പതിമാരുടെ 3 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. വീട്ടിൽ മോഷണമൊന്നും നടന്നിട്ടില്ലാത്തതിനാൽ വ്യക്തിവൈരാഗ്യമാകാം കൊലപാതകത്തിന് പിന്നിലെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. DVR നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. DVR മിസ്സിംഗ് ആണ്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും തോന്നുന്നില്ല. അത് കണ്ടിട്ട് വ്യക്തിപരമായ കാരണങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാരണങ്ങളാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. അമിത്തിനെ അറസ്റ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അമിത് എന്റെ കേസിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ ഏരിയയിലെ CCTVകൾ പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ മുൻപ് ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളി പോലീസ് കസ്റ്റഡിയിലാണ്. ദമ്പതിമാരുടെ മകൻ 7 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. ഈ മരണത്തിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ CBI അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടത്. ഈ 3 മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നു. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പത്തനംതിട്ട അട്ടത്തോട്ടിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതിക്ക് ക്രൂരമർദ്ദനം. ട്രൈബൽ കോളനിയിലെ 23 വയസ്സുകാരിക്കാണ് 5 പേർ ചേർന്നുള്ള മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റത്. 2 ദിവസം മുൻപായിരുന്നു സംഭവം. പത്തനംതിട്ട അട്ടത്തോട്ടിൽ ആദിവാസി യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. അട്ടത്തോട് ട്രൈബൽ കോളനിയിലെ 23 വയസ്സുള്ള ഷൈനിക്കാണ് മർദ്ദനമേറ്റത്. ഷൈനിയുടെ രോഗിയായ അച്ഛനും ഉപദ്രവമേറ്റു. കണ്ടാലറിയാവുന്ന 5 പേർ ചേർന്നാണ് യുവതിയെ മർദ്ദിച്ചത്. മുഖത്തിനും കഴുത്തിനും മർദ്ദനമേൽക്കുകയും കല്ലെടുത്ത് എറിയുകയും ചെയ്തു. യുവതിയെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, എരുമേലി.
കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ വ്യവസായികളുടെ ക്ലസ്റ്റർ രൂപീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗത്ത് നടന്ന രൂപീകരണ യോഗം ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് പ്രോസസ്സിംഗ്, ഫുഡ് പ്രോസസ്സിംഗ്, പാക്ഡ് ഫുഡ് തുടങ്ങിയ ഭക്ഷ്യ സംസ്കരണ സംരംഭകരെയെല്ലാം ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാർ കാഞ്ഞിരപ്പള്ളിയിൽ അനുവദിച്ചിട്ടുള്ള സ്വകാര്യ വ്യവസായ പാർക്കിൽ വ്യവസായ ക്ലസ്റ്റർ രൂപീകരിക്കുന്നു. MSc CDP പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ വ്യവസായികളുടെ ക്ലസ്റ്റർ രൂപീകരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന ക്ലസ്റ്റർ യോഗം ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മുടെ ഈ മേഖലയിലുള്ള ചെറുകിട സംരംഭകരെ സംബന്ധിച്ച് അവർക്ക് ഈ വൻകിടക്കാരുമായി കോമ്പീറ്റ് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള അടിത്തറകൾ ഒരുക്കാനുള്ള സാമ്പത്തിക സംവിധാനം ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുമെന്ന് പറഞ്ഞാലും അതിന്റെ കടമകൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൈയഴിഞ്ഞുള്ള ഗവൺമെന്റിന്റെ സഹായവും അവർക്ക് ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റി സെന്ററും അവിടെ തന്നെ വാല്യൂ അഡീഷന് വേണ്ടിയുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ടും ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്തൊരു വിപ്ലവം ഉണ്ടാകുന്നത്. സത്യം ഈ രംഗത്ത് നടക്കുന്ന റിസർച്ച്, ആ റിസർച്ചുകൾ കുറെ കൂടി വൈബ്രന്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് കുറെ കൂടെ മുന്നോട്ട് കടന്നു വരണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷനായി. MSME DFO ഡയറക്ടർ GS പ്രകാശ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷക്കീല നസീർ, ഗ്രാമപഞ്ചായത്ത് അംഗം സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആർക്കും അടയ്ക്കാൻ സാധിക്കാത്ത വാതിൽ തുറന്നിട്ട ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വെടിഞ്ഞതെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുസ്മരിച്ചു. സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മാർപ്പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ മഹത്തരമാണ്. സമൂഹത്തിൽ മാറ്റത്തിന് വിത്ത് വിതറിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നിട്ട ശേഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിൻ്റെ വിത്ത് വിതറിയ വ്യക്തിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ്. 12 വർഷങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കി, ലോകമനസാക്ഷിയെ കീഴടക്കി എന്ന് നമുക്ക് പറയാം. പൊൻകുന്നത്ത് നവീകരിച്ച ദൈവസഹായം ഹോട്ടൽ നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:00 ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. 1961 പൊൻകുന്നത്ത് ദൈവസഹായം ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയത്. പൊൻകുന്നത്തിന്റെ ഐഡന്റിറ്റിയായി കഴിഞ്ഞ 7 പതിറ്റാണ്ടായി പതിഞ്ഞു കിടക്കുന്ന ദൈവസഹായം ഗ്രൂപ്പിന്റെ നവീകരിച്ച ഹോട്ടൽ നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 ആന്റണി MP, ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നവീകരിച്ച ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ദൈവസഹായം ഹോട്ടൽ ഉടമ അഡ്വക്കേറ്റ് MS മോഹൻ പറഞ്ഞു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഈ സ്ഥാപനം അടയ്ക്കുകയും അതിനുശേഷം ഇത് തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഈ പ്രദേശത്തെ ഒട്ടനവധി വ്യക്തികൾ, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ, എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നവർ, ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലോചിതമായി പരിഷ്കരിച്ച് ഈ ഒരു സ്ഥാപനം 23-ാം തീയതി വേണ്ടി ഈ നാടിന് സമർപ്പിക്കുന്നത്. എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ പിതാവിന് കൊടുത്ത പിന്തുണയും സഹായവും ഈ പ്രദേശത്തെ നല്ലവരായ സുമനസ്സുകളായ എല്ലാ ആൾക്കാരും എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. ഏതായാലും പൊൻകുന്നത്തെ സത്യം പറഞ്ഞാൽ 7 പതിറ്റാണ്ട് മുമ്പ് ഗ്രാമപ്രദേശമായി പൊൻകുന്നത്ത് ഒട്ടനവധി വ്യക്തികൾക്ക് ആശ്രയവുമൊക്കെ ആയിരുന്നു ഈ സ്ഥാപനം. ദൈവസഹായം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ പോലും ഒട്ടനവധി ആൾക്കാർക്ക് സുപരിചിതമായ ഒരു നാമമാണത്. പേരുകൊണ്ട് അനർത്ഥമായ ഈ സ്ഥാപനം വീണ്ടും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പഴയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകണം. 23-ാം തീയതി രാവിലെ 10:00 ഈ സ്ഥാപനം ഈ പൊൻകുന്നത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുകയാണ്. തന്ന സഹകരണത്തിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ മുമ്പിൽ ഈ സ്ഥാപനം സമർപ്പിക്കുകയാണത്.
1961 ദൈവസഹായം ഹോട്ടൽ പൊൻകുന്നത്ത് പ്രവർത്തനം തുടങ്ങിയത്. 1981 പുതുക്കി ടൂറിസ്റ്റ് ഹോമാക്കി. ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ് ദൈവസഹായം ഹോട്ടൽ. ഇതോടൊപ്പം ടൂറിസ്റ്റ് ഹോം, 4 സ്റ്റാർ ബാർ, ലോക്കൽ ബാർ, കോൺഫറൻസ് ഹാൾ ഇവയെല്ലാം നവീകരിച്ചിട്ടുണ്ട്. പൊൻകുന്നത്തിന്റെ പേരിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ദൈവസഹായം എന്ന പേരെന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പറയുന്നു. പൊൻകുന്നംകാർക്കൊക്കെ ഒരു ഉറപ്പുണ്ട്. അതായത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി വളഞ്ഞ വഴി ഒരിക്കലും മോഹൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് സാമൂഹ്യമായും സാമ്പത്തികമായും സാമുദായികമൊക്കെ മോഹൻ വളരെ വളർന്നിട്ടുണ്ട്. ആ വളർച്ച പൊൻകുന്നംകാട് സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ്. ഇനിയും വളരെയധികം ഉയരത്തിലേക്ക് ആ പ്രസ്ഥാനം, ഈ പുതുതായിട്ട് തുടങ്ങുന്ന പ്രസ്ഥാനം വരും. പൊൻകുന്നത്ത് പുതിയ കാവിലമ്മ മോഹനെ അതിനെ അനുഗ്രഹിക്കും. മോഹനും ഭാര്യ രമയ്ക്കും മകള് ശ്രേയസ് സ്കൂളിലെ ഒരു പ്രോഡക്റ്റാണ്. ദൈവയ്ക്കും മകൻ കാർത്തികിനുമൊക്കെ എല്ലാ വിജയ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഞാൻ പൊൻകുന്നം ദേവസായത്തെ കാണുകയാണ്. ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും, പൊതുരംഗത്തെടുത്ത തീരുമാനങ്ങളൊക്കെ ദൈവസഹായത്തിൻ്റെ മുറികളിലെ ചിലപ്പോൾ വാടക കൊടുത്തും കൊടുക്കാതെയും അവകാശമായിട്ട് സ്വന്തം വീട് കഴിഞ്ഞ് അടുത്ത വീട് നിലയിൽ കയറിയിരുന്നെടുത്ത തീരുമാനങ്ങൾ ഒക്കെ നടപ്പാക്കുകയും ഐശ്വര്യപൂർണ്ണമായിട്ട് പല തീരുമാനങ്ങളും നടപ്പാകുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയും, ദൈവസഹായത്തിൽ വെച്ചെടുത്ത തീരുമാനമാണോ എങ്കിലും ദൈവസഹായമുണ്ട്, ദൈവത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, ദൈവത്തിൻ്റെ ഒരു അംഗീകാരമുണ്ട് അതിനെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നാൾക്ക് നാൾ അതിന് ഉയർച്ച ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. ഏതാണ്ട് 7 പതിറ്റാണ്ടായി പൊൻകുന്നത്ത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദൈവസഹായം ഹോട്ടൽസ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും പൊൻകുന്നത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവസഹായം ഹോട്ടൽസാണ്. കാരണം അത് അവിടെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വലിയ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും പഴയ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ആ പ്രശസ്തി നമുക്ക് നൽകുന്നത്. പൊൻകുന്നം എന്ന് പറഞ്ഞാൽ ദൈവസഹായം ഹോട്ടൽ അറിയാമെന്ന് പറയുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് ഒരു പുനർനിർമ്മാണത്തിന് ശേഷം തുടങ്ങുമ്പോൾ പൊൻകുന്നം മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാ ആശംസകളും നേരുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പൊൻകുന്നത്തെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകർക്ക് ദൈവസഹായം എക്കാലത്തും ഒരു താവളമായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും പൊൻകുന്നത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികമായ പ്രവർത്തനങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിലെ നേതൃത്വം ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു. മാത്രവുമല്ല, പൊൻകുന്നത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ വേദിയായിട്ട് ദൈവസഹായത്തിലെ ചെറിയ ഹാളുകൾ ദീർഘകാലം ഉപയോഗപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ വിപുലീകരിച്ച രീതിയിൽ ദൈവസഹായം ടൂറിസ്റ്റ് ഹോം പൊൻകുന്നത്ത് വീണ്ടും സമാരംഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ചിറക്കടവുകാർക്കും പൊൻകുന്നംകാർക്കും കിഴക്കൻ മേഖലയിലുള്ള എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു സന്ദർഭമാണ്. എല്ലാ ആശംസകളും ദൈവസഹായത്തിൻ്റെ ഈ ഉദ്ഘാടന വേളയിൽ അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കത്തിക്കയറി സ്വർണ്ണവില ആദ്യമായി 74,000 രൂപ കടന്നു. ഒരു പവന് ഇന്ന് കൂടിയത് 2,200 രൂപയാണ്. ഇതോടെ പവന് 74,320 രൂപയായി. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയിലെത്തി. മീനച്ചിലാറിന്റെ തീരത്ത് കാറ്റേറ്റ് സൗന്ദര്യം ആസ്വദിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഒരിടം ഒരുങ്ങി. കിടങ്ങൂർ മുതൽ കട്ടച്ചിറ വരെയുള്ള പുതിയ ബൈപ്പാസ് റോഡിന്റെ ഓരമാണ് സുന്ദരിയായത്. മീനച്ചിലാറിന് തീരത്ത് കാറ്റേറ്റ് സൗന്ദര്യം ആസ്വദിച്ച് സായാഹ്നം ചെലവഴിക്കാൻ ഒരിടം. കിടങ്ങൂർ പാലം മുതൽ കട്ടച്ചിറ വരെയുള്ള പുതിയ ബൈപ്പാസ് റോഡ് കാടുപിടിച്ച് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ. എന്നാൽ ഇന്ന് കഥ മാറി. ഒരു കൂട്ടം പ്രകൃതി സ്നേഹികളുടെ പരിശ്രമം കൊണ്ട് കാടുകൾ വെട്ടിത്തെളിച്ച് മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കി. റോഡിന്റെ വശങ്ങളിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കി. പുഴയോരം റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളും സമീപവാസികളും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു. കിടങ്ങൂർ പഞ്ചായത്തിലെ 13ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ശ്രദ്ധേയമാകുന്നത് ഇങ്ങനെയാണ്. 2018 മുതൽ 6 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പുഴയോരം റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ. പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം, ബോധവൽക്കരണ ക്ലാസുകൾ, ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ആദരവുകൾ, ചികിത്സാ സഹായങ്ങൾ, കിടങ്ങൂർ ബൈപ്പാസിന്റെ സൗന്ദര്യവൽക്കരണം, ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ വിവിധ കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നിങ്ങനെ ജനക്ഷേമകരമായ വിവിധ പ്രവർത്തനങ്ങളിൽ അസോസിയേഷൻ ഏർപ്പെട്ടു വരുന്നു. കട്ടച്ചിറ ചെക്ക് ഡാമിന് സമീപം മിനി ഹൈമാസ് ലൈറ്റ്സ്, CCTV ക്യാമറ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നു. സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഏതാനും ചാരുബെഞ്ചുകൾ ഇട്ടും ചെക്ക് ഡാമിലേക്ക് ഇറങ്ങാൻ കൽപ്പടവുകൾ നിർമ്മിച്ചും കൈവരികൾ സ്ഥാപിച്ചും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചും
ഇവിടം മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് അസോസിയേഷൻ പ്രവർത്തകർ. 1.5 കിലോമീറ്റർ ദൂരമുള്ള ചാലക്കടവ് കട്ടച്ചിറ ബൈപ്പാസ് റോഡ് 3 കോടിയോളം രൂപ മുടക്കി അടുത്തിടെയാണ് ആധുനിക നിലവാരത്തിലേക്ക് എത്തിച്ചത്. മിനിസ്ലാറിന് തീരത്തു കൂടിയുള്ള ഈ റോഡ് പ്രകൃതി ഭംഗി നിറഞ്ഞതാണ്. അധികൃതർ മുൻകൈയെടുത്താൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ആക്കിയെടുക്കാവുന്നതാണിതെന്ന് അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നു. പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ യാത്രക്കാരുടെ മനസ്സിന് കുളിർമയേകുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. മിനിസ്ലാറിന്റെ തണുത്ത കാറ്റേറ്റ് സൗന്ദര്യം ആസ്വദിച്ച് ഒരു സായാഹ്നം ചെലവഴിക്കാം. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ NSDC വഴിയുള്ള NCVET സർട്ടിഫിക്കറ്റാണ് കോഴ്സിലൂടെ ലഭിക്കുന്നത്. +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ 9495999731 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. IHRDയുടെ മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ഫ്രഞ്ച് A-ലെവൽ കോഴ്സ് ഏപ്രിൽ 24 ആരംഭിക്കും. താൽപര്യമുള്ളവർ 9495069307 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ നടുക്കി കോട്ടയത്ത് ഇരട്ട കൊലപാതകം. തിരുവാതുക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും ഭാര്യയും കൊല്ലപ്പെട്ടു. അയൽ സംസ്ഥാന തൊഴിലാളിയായ മുൻ ജീവനക്കാരൻ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന. കോട്ടയത്ത് ദമ്പതിമാരെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. മുഖവും തലയും കോടാലി കൊണ്ട് വെട്ടി വികൃതമാക്കി. CCTV DVR കാണാനില്ല. മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ്. കാഞ്ഞിരപ്പള്ളിയിൽ ഫുഡ് ആൻഡ് സ്പൈസസ് വ്യവസായ ക്ലസ്റ്റർ രൂപീകരിച്ചു. ക്ലസ്റ്റർ രൂപീകരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ വ്യവസായ പാർക്കിൽ ജില്ലയിലെ ഭക്ഷ്യ സംസ്കരണ സംരംഭകരെ ഏകോപിപ്പിക്കും. സമൂഹത്തിൽ മാറ്റത്തിന് വിത്ത് വിതറിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മാർപ്പാപ്പയുടെ ജീവിതം ഏവർക്കും മാതൃകയെന്നും കല്ലറങ്ങാട്ട് പിതാവ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.